മതം മാറാൻ നിരന്തരം ബുദ്ധിമുട്ടിപ്പിച്ച് പീഡിപ്പിച്ച് സദറുൽ അനാം എന്ന് പറയുന്ന കൊടും ജിഹാദി ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയപ്പോൾ അതേ സ്ഥാപനത്തിലെ കൊച്ച് ഇത് മതത്തിന്റെ അക്കൗണ്ടിൽ വെച്ച് കെട്ടരുത് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിരിക്കുക. ഇവരുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. പറഞ്ഞു. ക്ഷമിക്കണം, ഇതൊരു നീണ്ട വീഡിയോ ആയിരിക്കും. പക്ഷേ ഇത് മുഴുവൻ കേൾക്കാതെ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോയാൽ നാളെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊരു കൊലപാതകം ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയാൻ ആർക്കാണ് സാധിക്കുക? സാവരിയുടെ മരണവാർത്തയ്ക്ക് താഴെ കേരള സ്റ്റോറി എന്നും ജിഹാദി എന്നും വിളിച്ചു പോകുന്നവരോട്, ഞാൻ ഉസ്ബെക്കിസ്ഥാനിലെ സംഭവ സ്ഥലത്തെ വിദ്യാർത്ഥിനിയാണ്. നിങ്ങൾ അവളുടെ കൊലപാതകത്തെ മതത്തിന്റെ കണ്ണിലൂടെ നോക്കി ആസ്വദിക്കുകയാണോ? ഇതൊരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ആണ്. നാട്ടിലായാലും വിദേശത്തായാലും ഒരു ക്രിമിനൽ തന്നെയാണ്. ക്രിമിനലിന് ഒരു മതമില്ല. ശരീരം മുഴുവൻ മുറിവുകളുമായി അവൾ അനുഭവിച്ച പൈശാചിക വേദന ഒരു കയ്യബദ്ധമായിരുന്നില്ല, അതൊരു കൊലപാതകിയുടെ ക്രൂരതയായിരുന്നു. അഫ്ഫാനെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. കേരളത്തെ നടുക്കിയ അന്ന് ആ കുടുംബത്തെ മുഴുവൻ അതിക്രൂരമായി കൊന്നൊടുക്കിയ അഫ്ഫാന്റെ അതേ മാനസികാവസ്ഥയാണ് ഈ കേസിലെ കൊലപാതകി സദറുൽ ആലമിനും ഉണ്ടായിരുന്നത്. ഈ ക്രിമിനലുകൾക്കിടയിൽ പെയിന്റ് എത്ര പോരാ അല്ലേ? അതാണ് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല. കൊച്ചെ, പുതിയ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് വാ കൊച്ചെ. പഴയ പെയിന്റടിയൊന്നും ഫലിക്കുന്നില്ല. ഇസ്ലാമിലേക്ക് മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടാണ് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത്. എന്നിട്ട് മതത്തിന്റെ അക്കൗണ്ടിൽ വെച്ച് കെട്ടരുതെന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത മാരകമായ ദേഷ്യമാണ്. ഈ ദേഷ്യം ഒരു അസുഖമായി കണ്ട് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇന്ന് പല ജീവനുകളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേനെ. ആ പ്രതിയായ വിദ്യാർത്ഥിക്കും സംഭവിച്ചത് ഇത് തന്നെയാണ്. എക്സ്ട്രീം ആങ്കർ വെറും ഒരു സ്വഭാവമല്ല, അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. കൃത്യമായ തെറാപ്പിയും ട്രീറ്റ്മെന്റും ആവശ്യമുള്ള ഒരു സീരിയസ് മെന്റൽ സ്റ്റേറ്റ്. നിർഭാഗ്യവശാൽ നമ്മൾ ഇതിനെ കൊച്ചെ, ഇതിനാദ്യം മദ്രസകൾ മുതൽ തുടങ്ങണം ഇതിന്റെ ചികിത്സ. മദ്രസകളിൽ എന്ത് പഠിപ്പിക്കുന്നു, ആര് പഠിപ്പിക്കുന്നു? ഈ മദ്രസകളിൽ നിന്നും ദർസുകളിൽ നിന്നും അറബിക് കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്നത് കൃത്യമായ രൂപത്തിൽ ഒരു ഫോളോ അപ്പിന് വിധേയമാക്കണം. നോർമലൈസ് ചെയ്ത് വിടുകയാണ്. ഈ വിഷയത്തിൽ അഫ്ഫാനും സദറുൽ ആലമും പ്രതികളായപ്പോൾ ചിലർ ഇതിനെ മതപരമായ അജണ്ടയാക്കി മാറ്റാൻ നോക്കുന്നില്ല. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രം: 2012 നിർഭയ കേസ് ഓർമ്മയുണ്ടോ? അന്ന് ആ പെൺകുട്ടിയെ അതിക്രൂരമായി ലൈംഗിക അതിക്രമണത്തിന് വിധി. കൊച്ചെ, ഇവിടെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അവിടെ മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല നിർഭയ കേസില്. ഇവിടെ സദറുൽ അനാം ഇസ്ലാമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്യുന്നത്. നീയും പഠിച്ചൊരു ഡോക്ടർ ആകേണ്ടുന്ന പെൺകുട്ടിയല്ലേ അല്ലേ? ഇങ്ങനെ ഒരു കൊലപാതകിയെ കുറിച്ച് പറയാമോ? ഇതിനകത്ത് വ്യക്തമായും മതമുണ്ടായിട്ടും നിനക്ക് ആ മതത്തെ പറയാൻ സാധിക്കാത്തത് മോളെ, നീയും അത് പേറുന്നത് കൊണ്ടാ. സാരമില്ല, ഞങ്ങൾക്കത് മനസ്സിലാകും. ാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ നിങ്ങൾ മതം നോക്കിയില്ലല്ലോ. 2011 സൗമ്യ വധക്കേസിൽ സൗമ്യയെ തീവണ്ടിയിൽ നിന്ന് തള്ളി താഴെ ഇട്ടിട്ട് ബാഗ് പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗോവിന്ദച്ചാമിയുടെ കൈ സൗമ്യയുടെ ശരീരത്തിൽ തട്ടിയപ്പോൾ കാമഭ്രാന്തനായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് വികാരമിളകി. അവിടെയും മതപരിവർത്തന ശ്രമം നടന്നിട്ടില്ല. ഒരു ഡോക്ടറാകാൻ പോകുന്ന കൊച്ചല്ലേ, കാര്യങ്ങളൊക്കെ ലോജിക്കോടുകൂടി സംസാരിക്കണ്ടേ? സദറുൽ അനാം മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടല്ലേ ആ കൊച്ചിനോട് ചെയ്തത്? അതാ കൊച്ചിന്റെ സഹപാഠികൾ പറയുന്നില്ലേ? സദറുൽ അനാമിന്റെ അധ്യാപികയായിട്ടുള്ള മാതാവ് നിരന്തരം ഈ കൊച്ചിനെ വിളിച്ചിട്ട് മതപരിവർത്തനം നടത്തണമെന്നും ഇസ്ലാമിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ഈ പെൺകുട്ടിയുടെ ഫോണിലുണ്ട് എന്ന് സഹപാഠികളല്ലേ ഉസ്ബക്ക് പോലീസിന് മൊഴി നൽകിയത്? ഒത്തില്ല. തള്ളിയിട്ട് ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയപ്പോഴും 2022 ഗ്രീഷ്മ കേസിൽ പ്രണയപ്പക മൂലം കാമുകനെ വിഷം നൽകി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയും ആ പയ്യന് വിഷം കൊടുത്തപ്പോൾ അതിനകത്തും മതം ഫാക്ടർ ആയിരുന്നില്ല. മതപരിവർത്തനത്തിന്റെ ശ്രമം വന്നിട്ടില്ല. 2018 കത്തുവയിൽ 8 വയസ്സുകാരിയെ ക്ഷേത്ര പരിസരത്ത് വെച്ച് 8 വയസ്സുകാരിയെ ക്രൂരമായി കൊല ചെയ്ത ആ പ്രതികളിൽ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവിടെയും കാമഭ്രാന്തും ബലാത്കാരവുമായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അവിടെയും മതപരിവർത്തനം ഉണ്ടായിരുന്നില്ല. ബുദ്ധിയില്ലേ പിള്ളാരെ നിങ്ങൾക്ക്?
മതം മാറാൻ ആവശ്യപ്പെട്ട് കൊല്ലുന്നതും ഇതുപോലെയുള്ള ഭ്രാന്തന്മാര് കൊല്ലുന്നതും ഒക്കെ പരസ്പരം കമ്പയർ ചെയ്ത് സംസാരിക്കാൻ തന്നെ നിങ്ങൾക്കൊരു ലോജിക്കില്ലേ? ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു തള്ളിയപ്പോഴും ആ പ്രതികളുടെ മതം എന്തായിരുന്നു? അതുപോലെ 2017 ഉന്നാവോയിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് അവളുടെ കുടുംബത്തെ മുഴുവൻ ഒന്നടങ്കം വേട്ടയാടിയ കൊച്ചേ, കത്തുവ ഉന്നാവയിൽ നടന്നതും മതപരിവർത്തനമായിരുന്നില്ല. നിന്നെ പോലെ തന്നെ മദ്രസയിലെ തലച്ചോറും പേറി നടക്കുന്ന വിഭാഗത്തോടു മതി നിന്റെ ന്യായീകരണം. പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ നമ്മൾ അത് വലിച്ചു കീറി വ്യക്തമായി പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകൾക്ക് ഇട്ടുകൊടുക്കും. ഇതിനകത്ത് മതം ഉള്ളതുകൊണ്ടാണ്. ഒരു ജിഹാദി ഭീകരനല്ലാതെ മതം മാറാൻ ആവശ്യപ്പെട്ട് സഹപാഠിയായ നാട്ടുകാരിയെ 2 ദിവസം വീട്ടിൽ പൂട്ടിയിട്ട് ഇഞ്ച ചതയ്ക്കുന്നത് പോലെ അതിന്റെ ശരീരമാസകലം ചതച്ച് നട്ടെല്ല് ചവിട്ടി പൊട്ടിച്ച് നെഞ്ചിന് ശക്തമായ രൂപത്തിൽ ചവിട്ടി ക്ഷതമേൽപ്പിച്ച് ഇരുമ്പ് പോലെയുള്ള മാരകമായിട്ടുള്ള ആയുധം ഉപയോഗിച്ച് തലയും അടിച്ച് പൊട്ടിച്ചത് മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടായിരുന്നു. MLA മതം എന്തായിരുന്നു? ഇനി അതുപോലെ തന്നെ ഹാത്രസിൽ 2020 നട്ടല് തകരുന്ന രീതിയിൽ ക്രൂരമായ ആക്രമണത്തിനിരയായി മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ കേസിൽ പ്രതികളുടെ മതം എന്താണ്? കൊച്ചെ, അവിടെയും മതപരിവർത്തനം എന്ന ഒരു ഫാക്ടറി ഇല്ല. ഹദ്രാസിലെ ദളിത് പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ മതം മാറ്റം ആരോപിക്കപ്പെട്ടിട്ടില്ല. അന്ന് എന്തുകൊണ്ട് നിങ്ങൾ മതം നോക്കിയില്ല? മതത്തിന്റെ പേരിൽ വേർതിരിച്ചില്ല. കൊലപാതകി അന്ന് ഒരു മതപരിവർത്തന ശ്രമം ആ കേസിൽ എവിടെയും പറയാത്തത് കൊണ്ട്. കൊലപാതകി തന്നെയാണ്, അവനൊരു മതമില്ല. കൊലപാതകികളെ മതം വെച്ച് ഉണ്ട്. ഇത്തരം കൊലപാതകികൾക്കു മതമുണ്ട്, അത് ഇസ്ലാമാണ്. ഭീകരവാദത്തിനു മതമുണ്ട്, അത് ഇസ്ലാമാണ്. തീവ്രവാദത്തിനു മതമുണ്ട്, അത് ഇസ്ലാമാണ്. വേർതിരിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ക്രൂരതയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. നീയാണ് കൊച്ചി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മതം മാറാൻ ആവശ്യപ്പെട്ടൊരു കൊച്ചിനെ പീഡിപ്പിച്ചു കൊന്നിട്ട് ഞാൻ ആ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വന്ന് ആ കൊച്ചിന്റെ ആ ഒരു കൊലപാതകത്തെയും അതനുഭവിച്ച പീഡനത്തെയും നോർമലൈസ് ചെയ്യുന്നത് നീയാണ് കുട്ടി. ചുറ്റും ചെറിയ കാര്യങ്ങൾക്ക് പോലും വയലന്റ് ആകുന്ന പലരും. ചെറിയ കാര്യമല്ല, നിനക്കിത് ചെറിയ കാര്യമായിരിക്കും. എപ്പോഴാണെന്ന് അറിയാമോ? നിന്റെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഒരു കാപാലികൻ കാരണം ഒരു മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തുന്നത് വരെ നിനക്കിത് ചെറിയ കാര്യമാണ്. ഓർക്കുക, നാളെ ഇതുപോലൊരു ട്രിഗർ വന്നാൽ ആ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരൊറ്റ നിമിഷം മതി അവരാരുടെയെങ്കിലും ജീവൻ എടുക്കാൻ. അതുകൊണ്ട് ക്രൈമിന് പിന്നിലെ റിലീജിയൻ തപ്പുന്നതിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് ചികിത്സിക്കാത്ത ഈ അതെ, നിന്നെ പോലെയുള്ള ആളുകൾ പഠിച്ചു ഡോക്ടറായിട്ട് സമൂഹത്തിൽ ഇറങ്ങിയാലും നിന്റെയൊക്കെ തലച്ചോറിൽ വളരെ ചെറിയ പ്രായത്തിലെ ഇൻജെക്ട് ചെയ്യപ്പെട്ട ഈ മതമുണ്ടല്ലോ, ഇതൊരു പ്രശ്നമാണ്. ഇതൊരു സാമൂഹ്യ വിപത്താണ്. കാരണം എന്തിലും ഏതിലും മതം തപ്പുന്നതല്ല കൊച്ചേ. പഹൽഗാമിൽ നടന്നതും മതത്തിന്റെ പേരിലുള്ള ഭീകരതയായിരുന്നു. ഇവിടെയും സാവരിയയെ നീ തിന്നേന്ന് പറഞ്ഞിട്ടല്ല കൊന്നത്, നീ പഠിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല കൊന്നത്, മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടാണ് കൊന്നത്. ഇനിയും ഇതിന്റെ കമന്റ് സെക്ഷനും കൂടി നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ ഞാൻ പറയുന്നത് പോലെ അല്ല ഈ കൊച്ചിനെ കേൾക്കുന്ന, ഈ കൊച്ചിനെ കാണുന്ന ആളുകളൊക്കെ ഇതിനെ അനുകൂലിക്കുന്നെങ്കിൽ നമ്മുടെ പ്രതികരണം മാത്രം ഒറ്റപ്പെട്ടു പോകത്തില്ല എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയും കേട്ടോ. ഇത് ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഫാത്തിമ, ഇത് ക്രിമിനൽ മൈൻഡ് സെറ്റാണ്. ഇതൊരു മതപരമായ പ്രശ്നമാണ്. യുവർ വോട്ട് വിൽ ബി വിസിബിൾ ടു ദി പോൾ ക്രിയേറ്റർ. ശരി, എന്തിനാ കൊന്നത്? അതാണ് ചോദ്യം. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മതത്തെക്കാൾ ഉപരിയായി കുറ്റവാളികളുടെ മാനസികാരോഗ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പോസിറ്റീവോ നെഗറ്റീവോ ആകട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കൂ. ദി കമന്റ് ബോക്സ് ഈസ് ഓപ്പൺ ഫോർ യു. നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പെയിന്റ് പുതിയതെടുത്തോളൂ. കൂടുതൽ വെളുപ്പിക്കല്ലേ താത്ത, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പെയിന്റ് അടിക്കാൻ താത്ത വന്നു, പുതിയ അടവുമായി താത്ത.
ഏഷ്യൻ പെയിൻസ് പോലും ഇത്രയ്ക്ക് വെളുപ്പിക്കില്ല. വെളുപ്പിച്ച് കഴിഞ്ഞാൽ പറയണേ, വെളുപ്പിച്ചു, വെള്ളപൂശാൻ, കഷ്ടം. ദിസ് ഈസ് ദി കേരള സ്റ്റോറി സിസ്റ്റർ. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഉത്തരം തരാവോ? ഞാൻ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. പച്ചയ്ക്കു മതം എങ്ങനെ ഫോഴ്സ് ചെയ്തു മാറ്റാം എന്ന് തെളിവ് അതിലുണ്ട്. പൊന്നാനി കോഴിക്കോടാണ് ഇതിൻ്റെ മെയിൻ താത്ത. ടൈം കിട്ടുമ്പോൾ ആ വീഡിയോസ് ഫുൾ ഒന്ന് കാണണം, എന്നിട്ട് നമുക്ക് വെളുപ്പിക്കാം. പെയിന്റർ കഷ്ടം. ഔ ഡിഫറെന്റ്. നീ മെഴുകാൻ വരണ്ട, ഇതിനു മുമ്പും ഒരുപാട് നടന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആൾക്കാരായിരുന്നു. പിന്നെ ഇവനെ മെന്റൽ പേഷ്യന്റ് ആക്കാൻ നിൽക്കണ്ട, നിന്റെ ഉഡായിപ്പ് ഇവിടെ നടക്കില്ല. ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി, എത്രയായാലും എത്ര പഠിച്ചാലും ജിഹാദിയുടെ സ്വഭാവം കാട്ടും. നീ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. എന്ത് കേസെടുത്താലും നിങ്ങൾ ആൾക്കാരാണല്ലോ, അതിൽ നിന്നും മനസ്സിലാക്കാലോ എന്തുകൊണ്ടാണ് ഈ മതം തലയ്ക്കു പിടിച്ചിട്ടല്ലേ. 100 കേസെടുത്താൽ 99 നിങ്ങളുടെ ആൾക്കാരാണ്. കഞ്ചാവാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും കൊലപാതകമാണെങ്കിലും പീഡനമാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും ഒക്കെ നിങ്ങളുടെ ആൾക്കാർ. നിങ്ങളുടെ വിഭാഗത്തിന്റെ കൂടെ കൂട്ടുകൂടിയാൽ ഇതായിരിക്കും അവസ്ഥ. വൈറ്റ് വാഷിങ് വന്നല്ലോ എന്നായിരിക്കും. മേത്തൻ വെളുപ്പിക്കാൻ എപ്പോൾ മേത്തന്മാരിറങ്ങും. മതത്തിന് ന്യായീകരിക്കാൻ നിന്നേ കഴിഞ്ഞുള്ളൂ. ചേച്ചി ഈ പറയുന്ന ക്രിമിനൽ, അവൻ അങ്ങനെ ആകാൻ കാരണം, അങ്ങനെ ചിന്തിക്കാൻ കാരണം മതമാണ്. കൂടുതൽ വെളുപ്പിക്കണ്ട. 95% ചാണകങ്ങളും ഫേക്ക് പ്രൊഫൈലിൽ വന്നിട്ടാണ് വിഡിത്തമാണ്. അപ്പൊ ഈ കൊച്ചു പറഞ്ഞത് നല്ലതാണെന്ന്. ശരി, നീ ഇവിടെ എന്താണ് വെളുപ്പിക്കാൻ നോക്കുന്നത്? നിന്നെപ്പോലുള്ള തലയിൽ തീട്ടം കൊണ്ട് നടക്കുന്ന കുറെ ജന്മങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ പെൺകുട്ടി മതം മാറാൻ വിസമ്മതിച്ചത് കൊണ്ട് തന്നെയാണ് കൊന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല. ഇതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയത്തിന്റെ പേര് പറഞ്ഞു കൊന്ന നിരവധി കേസുകളുണ്ട്. അതിനെ വെളുപ്പിക്കാൻ വേണ്ടി നീ കഷ്ടപ്പെടണ്ട. നിന്റെയൊക്കെ തലയിൽ കുഞ്ഞുനാൾ മുതൽ കുത്തിവെക്കുന്ന ഭീകരമായ മതഭ്രാന്ത് തന്നെയാണ് ഇതിനൊക്കെ കാരണം. മതത്തിന്റെ പേര് പറഞ്ഞ് എത്രയെത്ര ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെയാണ് കൊന്നുകളഞ്ഞത് ജിഹാദി ഭീകരന്മാർ. എന്നിട്ട് അവനെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ 3-4 കൊലകളെ കുറിച്ച് പറയുന്നു. നിന്റെ വർഗം ചെയ്തു കൂട്ടിയതുപോലെയുള്ള കൊടും ക്രൂരതകളും കൊലപാതകങ്ങളും ലക്ഷക്കണക്കിനാണ്. 1400 വർഷമായിട്ടും ഇത് തന്നെയല്ലേ ചെയ്തു കൂട്ടുന്നത്. ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നു തള്ളിയ പേപ്പട്ടി മതമാണ് ഇസ്ലാം. ഭീകരതയാണ് അതിന്റെ അടിവേര്. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും അധികകാലം ജീവിക്കാൻ സാധ്യതയില്ല. ഇതുപോലുള്ള ഭീകര ജന്മങ്ങളെ ദൈവം നരകിപ്പിച്ചിട്ടേ കൊല്ലൂ. പിന്നെ നീ 1-2 കൊലപാതകം പറയുന്നത് കേട്ടല്ലോ. നിന്റെയൊക്കെ ജിഹാദി പേപ്പട്ടി മതം ചെയ്ത ഭീകരാക്രമണങ്ങളും കൊലപാതകത്തെയും കുറിച്ച് പറയുവാനാണെങ്കിൽ പറഞ്ഞാൽ തീരില്ല. ഇതൊരാൾക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. എത്രയോ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ നിങ്ങൾ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനെ ഇനിയും ന്യായീകരിക്കരുത്. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നു. തീവ്രവാദം ജിഹാദ് ഇനിയും വെളുപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് മതം തന്നെയാണ്. മതം തന്നെയാണ് പ്രശ്നം. ഈ പോസ്റ്റും മതം തന്നെ ഇസ്ലാമിനെ വിളിപ്പിക്കുക കഷ്ടം. ഇങ്ങനെ ഒരുപാട് പേര് കേട്ടോ. ഇത്രയും മാധ്യമങ്ങൾ ഈ വിഷയം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിട്ടും ഉസ്ബെക്കിസ്ഥാൻ പോലീസ് പോലും കൃത്യമായ രൂപത്തിൽ മതപരിവർത്തന ശ്രമത്തിനിടയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് എന്ന് ആ പയ്യൻ ഏറ്റു പറഞ്ഞിട്ട് പോലും അവനെ ന്യായീകരിക്കാൻ വരുന്ന ഇത്തരം മതമലരുകളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാരണം ഈ ചെയ്യുന്നതും പറയുന്നതിനെ കാട്ടിലേറെ അവരെ ന്യായീകരിക്കാൻ വരുന്ന ഈ മലരുകളുണ്ടല്ലോ. അതുകൊണ്ടാണ് കൃത്യമായ രൂപത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത് ഒരാൾ മാത്രം ചെയ്തതല്ല. ഇവനെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കാരണം ബൂട്ടിട്ട് നെഞ്ചിൽ ചവിട്ടാനും നട്ടെല്ല് ചവിട്ടി തകർക്കാനും തലയോട്ടി പൊട്ടിക്കാനും ഒക്കെ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ കൈകാലുകളുടെ വിരലുകൾ ചതയ്ക്കാനും അടിയേൽക്കാത്ത ഒരു ഭാഗം പോലും ശരീരത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇവൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തതല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് റീപോസ്റ്റ്മോർട്ടം ചെയ്തത്. ഇതിൽ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാർ 150ഓളം ചിത്രങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ആംഗിളിൽ എടുത്തു. പോസ്റ്റ്മോർട്ടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി. അതിൽ നിന്ന് അവർ പറയുന്നതും വളരെ ക്രൂരമായ മർദ്ദനമാണ് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. തലയിൽ രക്തം കട്ട പിടിച്ചു,
തലയിൽ ലാപ്ടോപ്പ് വെച്ചുള്ള ക്രൂരമായ ആക്രമണം ഉണ്ടായി. അതുകൂടാതെ നെഞ്ചിൽ ബൂട്ടിട്ട് ചവിട്ടിയ നിരവധി പാടുകൾ, ശരീരമാസകലം കടിച്ചു മുറിച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ നാളായി തുടരുന്ന മർദ്ദനമായതുകൊണ്ടാണ് ഇത്രയധികം പാടുകൾ തന്നെ കാണാൻ പറ്റിയെന്ന് പറയുന്നു. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ആദ്യഘട്ട പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ആന്തരിക അവയവങ്ങൾ മാറ്റിയിരുന്നു. പിന്നീട് അത് എംബാം ചെയ്തൊക്കെയാണ് വരേണ്ടത്. ആ സമയത്ത് രണ്ടാമത് ആലപ്പുഴയിൽ വന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഡോക്ടർക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ ഇവർ പറയുന്നത് ഈ സദർ അനം, അയാളാണ് ഇതിനകത്തെ പ്രതി, ഇയാള് ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് മതം മാറ്റാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തി. ഈ പെൺകുട്ടിയുടെ കൂടെയുള്ളവർ ഈ രക്ഷിതാക്കളെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് കേസ് അന്വേഷണം ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ നടന്നു. അപ്പോ കടിച്ചു പറിക്കുന്നു ശരീരമാസകലം, എന്നിട്ടും ഈ ഭീകരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള മതയോളികൾ അപകടകാരികളാണ്. നന്ദി.